നമ്മളിന്ന് നോക്കാൻ പോകുന്നത് യൂറോ യു എസ് ടിയുടെയും അതേപോലെ തന്നെ DXYയുടെയും അനാലിസിസും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീക്കിലി ജസ്റ്റ് ഒന്ന് നോക്കാം യൂറോ യു എസ് ടി, അതിനുശേഷം നമുക്ക് DXYയിലേക്ക് നോക്കാം. നമുക്ക് ബേസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓൾമോസ്റ്റ് നമുക്ക് ഈ ഒരു ഏരിയയിൽ ബൈ സൈഡും കാര്യങ്ങളും എടുത്തതിന് ശേഷം ഒരു സ്ട്രോങ് ആയിട്ട് അപ് ട്രെൻഡ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ നമുക്കൊരു ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം റിട്രേസ്മെൻറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് വീക്കിലി കാണിച്ചു തരുന്നത് ജസ്റ്റ് ബേസ്ഡായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, നമ്മൾ വീക്കിലി ബയാസും കാര്യങ്ങളൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഓൾമോസ്റ്റ് ഒന്നുകിൽ ബുള്ളിഷ് പോകാം അല്ലെങ്കിൽ ബെയറിഷ് പോകാം എന്നുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ് ഉള്ളത്. ഓക്കെ, നമുക്ക് ഡെയിലിയിലേക്ക് പോയിട്ട് കുറച്ചും കൂടി ഡീപ്പായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമുക്കിവിടെ ഒരു CSD ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ചേഞ്ചിങ് സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ഇവിടെ നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്തായിട്ടൊരു സിംഗിൾ ക്യാൻഡിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓൾമോസ്റ്റ് പ്രൈസ് പോയിട്ട് ഈ ഒരു ബൈ സൈഡ്, അതായത് നോർമലിയുള്ള ഈ ഒരു ഹൈറ്റ് മുകളിലോട്ട് പോയിട്ട് റിവേഴ്സൽ തരുന്നുണ്ട്. റിവേഴ്സൽ തന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ ഒരു ലെഗിൻ്റെ 50% ലെവലിലേക്ക് വന്നേക്കാം. ഇത് ലോ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ഡൗൺ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഡീപ്പായിട്ടുള്ള റിട്രേസ്മെൻറ്റ് വന്നേക്കാം. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ വാച്ച് ചെയ്യേണ്ട ഏരിയാസ് ആണ് നമുക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ കാണാൻ പറ്റും. ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്കുള്ള റെഡ് ഓൾമോസ്റ്റ് നമുക്ക് ഓപ്പൺ മിറ്റിഗേഷൻ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. മാർക്ക് ചെയ്ത് വെക്കുന്ന സമയത്ത് നമ്മൾ പ്ലസ് ഫെയർ വാല്യൂ ഗ്യാപ്പ് നമ്മൾ ബിസി ആയിട്ടല്ല കണക്ക് കൂട്ടുന്നത്. ഒരു ജസ്റ്റ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ബൈ സൈഡ് ഇംബാലൻസ് തന്നെയാണ്, പക്ഷേ ജസ്റ്റ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പായിട്ടാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അവിടെ വാച്ച് ചെയ്യുന്നത് വെച്ചാൽ പ്രീമിയം ഏരിയയിലുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഒന്നുകിൽ നമുക്ക് റിയാക്ഷൻസ് തരാം, മിക്കവാറും നമുക്കൊരു ഡിസ്കൗണ്ട് ഏരിയ എന്നുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പിനും അതേപോലെ തന്നെ PDRSനായിട്ടും കുറച്ചും കൂടി നമ്മൾ വാല്യൂസും കാര്യങ്ങളും കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നോക്കുന്ന സമയത്ത് ഇവിടെ പ്രോപ്പർ ആയിട്ടൊരു CST കാണാൻ പറ്റുന്നത്. എന്താണ് CST? ചേഞ്ചിങ് സ്റ്റേറ്റ് ഓഫ് ഡെലിവറി കാണാൻ പറ്റുന്നത്. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് പോലെയുള്ള ഒരു ക്രിയേഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഡെയിലിയിലാണുള്ളത്. അതൊന്ന് മൈനസ് ഓർഡർ ബ്ലോക്ക് ആയിട്ട്, ഓർഡർ ബ്ലോക്കിനെ -OB എന്ന് മാറ്റി നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം -OB ഏതാണ് ടൈം ഫ്രെയിം, ഡേ ആയിട്ട് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇന്നത്തെ ഒരു ബയാസ് നോക്കലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു റിട്രേസ്മെൻറ്റ് അപ്സൈഡിലേക്ക് വരാൻ ഈ ഒരു ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു വിക്കിൻ്റെ ലെവൽസിലേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഒരു ഡ്രോപ്പ് ആയിട്ട് കണ്ടിന്യൂഷനിൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ലെവലിലേക്ക് ഡെയിലിയുള്ള ഈ ഒരു ഓർഡർ ബ്ലോക്ക് ലെവലിലേക്ക് വരാനുള്ള പോസിബിലിറ്റി. ഞാൻ ഈ ഒരു ഓർഡർ ബ്ലോക്കോ കാര്യങ്ങളൊന്നും മാർക്ക് ചെയ്യുന്നില്ല. നമ്മൾ ചാർട്ട് കൂടുതലായിട്ട് ഡ്രോ ചെയ്ത് കൊളാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. നമ്മുടെ ട്രേഡ് പ്ലാനും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന 1 hour ബേസിലും അതേപോലെ 5 minutes ബേസിലാണ്. നമുക്ക് ചെറിയൊരു ഏരിയ നമുക്ക് ആവശ്യമുള്ളൂ. ഡെയിലി ഉള്ളൊരു പ്രോപ്പർ ഒരു ഐഡിയയും കാര്യങ്ങളും നമുക്ക് വേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് 4 hourലേക്ക് പോവാം. 4 hourൽ കുറച്ചും കൂടി സ്ട്രക്ചർ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നമുക്കിവിടെ ഒരു റിവേഴ്സൽ കാണിക്കുന്നുണ്ട് അല്ലേ. പ്രൈസ് അപ്പ് സൈഡിൽ നിന്ന് പോയിട്ടൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. ഈ ഒരു ഏരിയയിലേക്ക് വന്നതിന് ശേഷം റിജക്ഷൻസ് വരാനുള്ള പ്രോബിലിറ്റി ഭയങ്കര കൂടുതലാണ്. ക്ലിയർ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നില്ല 4 hour. ഞാൻ 1 hour ആണ് കൂടുതലും ട്രേഡ് പ്ലാൻ ആയിട്ട് ചൂസ് ചെയ്യാറുള്ളത്. നമുക്ക് ഒന്ന് 1 hour ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഇതെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മളെ ഡെയിലിയിലുള്ള ആ ഒരു ബൈ സൈഡാണ്. ആ ഒരു ബൈ സൈഡ് ഞാൻ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലായിരിക്കണം നിങ്ങളും അനാലിസും കാര്യങ്ങളും ചെയ്യുന്നത്. ടോപ്പ് ഡൗൺ അനാലിസിസ് എല്ലാ ദിവസവും വന്നതിന് ശേഷം നിങ്ങൾ ചെയ്യാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ കഴിഞ്ഞ ദിവസം പ്ലാൻ ചെയ്തതിന് വെച്ചിട്ട് ഈ ഒരു ദിവസം പ്ലാൻ ചെയ്യാതിരിക്കരുത്. ആ ഒരു പ്ലാനിങ് കാര്യങ്ങളും ഡ്രോയിങ് കാര്യങ്ങളും നിങ്ങൾക്ക് ഡെയിലി വരയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ബേസിൽ തന്നെ നിങ്ങൾക്ക് ചാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഞാൻ എപ്പോഴും എല്ലാ ദിവസവും ഫ്രഷ് ആയിട്ട് ഡ്രോയിങ് കാര്യങ്ങളും ചെയ്യും. കാരണം വെച്ചാൽ എനിക്ക് ആ ഒരു ഐഡിയാസും കാര്യങ്ങളും ക്രിയേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ബയാസും കാര്യങ്ങളും ക്രിയേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാൻ ഇതെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, ചാർട്ട് എപ്പോഴും ഒരു ക്ലീൻ ആയിട്ടുള്ള രീതിയിൽ വെക്കാം. നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു 22 മോഡൽസുള്ള ഒരു റിവേഴ്സൽസും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു MSS ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഞാൻ മാർക്ക് ചെയ്യുന്നില്ല. ശേഷം പ്രൈസ് അപ്പ് സൈഡിലേക്ക് പോയിട്ട് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും ചെറിയൊരു റിട്രേസ്മെൻറ്റ് തന്നു. അതിനുശേഷം ഇവിടെ ഹോൾഡ് ചെയ്തുകൊണ്ട് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് പ്രൈസ് അപ്പ് സൈഡിലേക്ക് ജമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ ഒരു വിക്കിൻ്റെ ഏരിയയിൽ നിന്നാണ് ഈ ഒരു വിക്കിൻ്റെ ഹൈ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ആ ഒരു ഏരിയയിലേക്ക് പോയിട്ട് റിവേഴ്സൽസും കാര്യങ്ങളും തന്നു. അതിനുശേഷം പ്രോപ്പർ വീണ്ടും ഒരു ഷിഫ്റ്റ് തന്നു. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അതേപോലെ തന്നെ ഈ ഒരു ലെവലിൽ ഓർഡർ ബ്ലോക്കിലേക്ക് റൺ ആയതിനു ശേഷം നല്ലൊരു ഡ്രോപ്പ് വന്നു ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ലെവലിലേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഏരിയ നമുക്ക് സെൽ സൈഡായിട്ട് മാർക്ക് ചെയ്യാം. അതേപോലെ ഈ ഒരു സിംഗ്ലോ മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ എന്തായാലും ഈ ഒരു ലോ, അതായത് ഈ ഒരു ലോ സെൽ സൈഡായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ലിക്വിഡിറ്റി എടുത്ത് എന്നുള്ളൊരു ഐഡിയ. കാരണം വെച്ചാൽ ഈ ഒരു ഏരിയയിലുള്ള ബയാസിൻ്റെ എല്ലാം സ്റ്റോപ്പ് ലോസസ് അതെല്ലാം ഉണ്ടാകാൻ പറ്റുന്ന ഏരിയ ആണ്. ഓൾമോസ്റ്റ് നല്ലൊരു റണ്ണ് തന്നിട്ടുണ്ട്. നമുക്കൊരു 50 ഈ ഒരു ലെഗ് നോക്കലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോ ടു ഇതാണ് ഒരു ലോ ക്രിയേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലോ ക്രിയേറ്റ് ആയി, അതിനുശേഷം ഹൈ ക്രിയേറ്റ് ആയി, ഇവിടെയും ലോ എല്ലാം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഓവറോൾ ആയിട്ടൊരു സ്ട്രക്ചറാണ് ആ ഒരു ലെഗിൻ്റെ എടുക്കുന്നത്. നമുക്ക് നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് 50% താഴോട്ടേക്ക് നമുക്ക് ഒരു റണ്ണ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഏരിയയിലുള്ള PDRS നമുക്ക് നോക്കലാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് നോക്കാം. ഇവിടെ മൈനർ ആയിട്ടുള്ളൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട് അല്ലേ. അതേപോലെ തന്നെ ഇവിടെ മൈനർ ആയിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഞാൻ ആ ഒരു കാര്യങ്ങളൊന്നും ഡ്രോ ചെയ്ത്
ഇതാക്കുന്നില്ല. ഓക്കെ, നമ്മളൊരു ഡെയിലിയിലുള്ളൊരു ഫെയർ വാല്യൂ ഗ്യാപ്പിലാണുള്ളത് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വെക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇനി ബെയറിഷ് ആണ് ഇനി പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ എവിടെ നിന്നെല്ലാം പോയേക്കാം എന്നുള്ളൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്യാം. അതിന് നമുക്ക് ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് ഈ ഒരു ഹൈ എടുക്കാം, അതേപോലെ ഈ ഒരു ഹൈ എടുക്കാം. ഓക്കെ, ഞാൻ ഈ ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള ലെഗിൻ്റെ ഈ ഒരു മൂവ്മെൻറ്റ് എടുക്കുന്നു, അതേപോലെ തന്നെ ഈ ഒരു ലോ എടുക്കുന്നു. നമുക്ക് ഈ ഒരു ഏരിയയിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് നോക്കാൻ പറ്റിയാണ് റിവേഴ്സലിന് വേണ്ടിയിട്ട് അല്ലേ. ഈ ഒരു ലെവൽസിലേക്ക് വന്ന് നമുക്ക് റിയാക്ഷൻസ് തരുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മൈനസ് ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്കൊരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുന്നതാണ് അല്ലേ. അത് ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്, -FEG എന്ന് പറഞ്ഞിട്ട്. ഏതാണ് ടൈം ഫ്രെയിം അതും കൂടി നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. 1 hour ഉള്ളൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ് അല്ലേ. അതൊന്ന് മാർക്ക് ചെയ്തിട്ടൊന്ന് ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതിന് ശേഷം പ്രൈസ് അപ് സൈഡിലേക്ക് വരുത്താണെന്നുണ്ടെങ്കിൽ ഓൾറെഡി മിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണിത്. ഞാൻ അതും കൂടി ഒന്ന് ഡ്രോ ചെയ്ത് വെക്കുന്നുണ്ട് ഒരു ഐഡിയക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഓൾറെഡി മിറ്റിഗേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. നമുക്ക് സ്മോൾ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അത് ഞാൻ 1 hour ബേസ് ചെയ്തിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഇക്വിലിബ്രിയൽ ലെവലിലേക്ക് പോവാതെ ഓപ്പൺ ടാപ്പ് ചെയ്തതിന് ശേഷമാണ് പ്രൈസ് റിവേഴ്സലും കാര്യങ്ങളും വന്നിട്ടുള്ളത്. ഇനി ഒരു ഡ്രോപ്പ് വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ഹൗർലി ടൈം ഫ്രെയിമിൽ നമുക്ക് ഈ ഒരു ബുള്ളിഷ് ലെഗിൻ്റെ ഏതാണ് PDR ഉണ്ടാകുക, ആ ഒരു PDRയും കൂടി നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടിയിട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഈ ഒരു ഏരിയ നമ്മൾ ഷോർട്ട് ഓപ്പർച്യൂണിറ്റി ഇവിടെ എത്തുന്ന സമയത്ത് റിവേഴ്സൽ കാണിക്കലാണ് നമുക്ക് എക്സിറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതായിരിക്കും നമുക്ക് നെക്സ്റ്റ് ഡൗൺ സൈഡിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റിന് താഴേക്ക് പോയേക്കാം. ഓക്കെ, പക്ഷേ ഈ ഒരു ഏരിയാസിൽ എത്തുന്ന സമയത്ത് ഓർഡർ ബ്ലോക്ക് ഉണ്ട്, അതേപോലെ തന്നെ ഫെയർ വാല്യൂ ഉണ്ട്, ഇവിടുന്ന് റിവേഴ്സൽ പോയിന്റ് വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ നമുക്കൊരു പ്ലസ് ഫെയർ വാല്യൂ ഗ്യാപ്പായിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. കുറേ കാര്യങ്ങളില്ല, നമ്മൾ മേജറായിട്ടുള്ള പോയിന്റ് മാത്രമേ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നുള്ളൂ. ഇത് ഏതാണ് ടൈം ഫ്രെയിം അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. 1 hour ടൈം ഫ്രെയിം ആണ്. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു അനാലിസും കാര്യങ്ങളിലും ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മൾ ഇന്ന് ബുള്ളിഷ് ആണ് നോക്കുന്നുണ്ട് എങ്കിൽ എങ്ങനെയായിരിക്കണം നോക്കേണ്ടത്? നമുക്കൊരു ഓപ്പണിംഗ് ഉണ്ടാവും അല്ലേ. ആ ഒരു ഓപ്പണിംഗ് ശേഷം ബെയറിഷ് വരണം, അതിനുശേഷം ബുള്ളിഷിലായിരിക്കണം പോകേണ്ടത്. അതായത് നമുക്ക് ഒരു ഇപ്പോൾ ഒരു 1 hourലൊരു ട്രേഡ് പ്ലാനും കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ആയിട്ട് ഞാൻ ഈ ഒരു ലെഗ് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഏരിയ ഫോക്കസ് ചെയ്യണം. ഇവിടെ നമുക്ക് റിവേഴ്സൽ കിട്ടിയാൽ നോക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഇവിടുന്ന് റിവേഴ്സൽ തരാതെ സ്ട്രോങ് ആയിട്ട് ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്സൈഡിലേക്ക് ഷോർട്ട് ടേം ആയിട്ട് നോക്കാൻ പറ്റുന്ന ഒരു കണ്ടിന്യൂഷൻ മോഡൽ നോക്കാൻ പറ്റുന്നതാണ്. എന്ന് വെച്ചാൽ ഇത്രയും നല്ലൊരു ഡീപ്പായിട്ടുള്ള ഒരു ലെഗ് വന്നുകൊണ്ട് തന്നെ ഒരു റിട്രേസ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക്. ഓക്കെ, അതേപോലെ ഈ ഒരു ഏരിയ നമുക്ക് ഷോർട്ട് ഓപ്പർച്യൂണിറ്റി തരുത്താണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഷോർട്ട് നോക്കാൻ പറ്റും. ഇവിടെ വരെ നോക്കാൻ പറ്റും. ഈ ഒരു PDRSന്ന് റിയാക്ഷൻ്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് എക്സിറ്റും കാര്യങ്ങളും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ലോ ലെവലിലേക്കുള്ള ടാർഗറ്റും കാര്യങ്ങളും ചെയ്യാം. നമ്മൾ ആ ഒരു 1:2 എന്നുള്ള ടാർഗറ്റ് അച്ചീവ് ആവുന്ന രീതിയിൽ ടാർഗറ്റ് മൂവ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് പ്ലാനും കാര്യങ്ങളും ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെഗിൻ്റെ സെൽ സൈഡ് എടുത്തിട്ടുണ്ട്, അപ്പ് സൈഡിലേക്ക് ഒരു മൊമെന്റ് എന്നിട്ട് വലിയൊരു ലെഗാണ്. ഇതിൻ്റെ 50% ഏരിയ ആണുള്ളത്. ഇവിടുന്ന് റിവേഴ്സൽ കാണിക്കലാണെങ്കിൽ ഷോർട്ട് ഓപ്പർച്യൂണിറ്റി നോക്കാം. ഇവിടുന്ന് വീണ്ടും കണ്ടിന്യൂഷൻ മോഡലാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂഷൻ മോഡൽ നോക്കുന്നതാണ് നമ്മൾ ആ ഒരു ലണ്ടൻ കിൽ സോണിൻ്റെ ടൈമിൽ. ഇതായിരിക്കണം പ്ലാൻ ഉണ്ടാകും. നമുക്ക് ഇന്നൊരു ഡെയിലി ഒരു ബെയറിഷ്നെസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ആ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ആ ഒരു CSD ബേസ് ചെയ്തിട്ട്. ഓക്കെ, നമുക്ക് ഡെയിലിയിൽ ഒന്ന് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആണ് തന്നിട്ടുള്ളത്. പ്രൈസ് അപ്പ് സൈഡിലേക്ക് ഓപ്പണിംഗ് ശേഷം മൊമെന്റ് തരുന്ന ഒരു മാനിപ്പുലേഷന് ശേഷം റിവേഴ്സൽ ആയിരിക്കണം നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ഈ ഒരു മോഡൽ പ്രൈസ് ഇവിടെ കൺസോളിഡേറ്റ് ചെയ്യുന്നു, അതിനുശേഷം മാനിപ്പുലേഷൻ റിവേഴ്സൽ ഇരുന്നിട്ട് ഡൗൺ സൈഡിലേക്ക് ഒരു മൊമെൻ്റ് ആയിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാകുക. ഓക്കെ, ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് മോഡൽ വരച്ചതേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ നേരെ 5 മിനിറ്റ്സിലേക്കാണ് വന്നുള്ളത്. 5 മിനിറ്റ്സിലേക്ക് നമുക്ക് ആ ഒരു നമ്മൾ ട്രേഡ് എടുക്കുന്ന ആ ഒരു ടൈം ഫ്രെയിമും കാര്യങ്ങളെല്ലാം ഒന്ന് ഡ്രോ ചെയ്ത് വെക്കാം. നമ്മൾ 2 മുതൽ ഒന്ന് ക്ലോൺ ചെയ്യാം. 5 വരെ വന്നില്ലല്ലോ. വരുന്നില്ല. ഓക്കെ, 2 മുതൽ 5 വരെയുള്ള ആ ഒരു ടൈം ഫ്രെയിമാണ് നമ്മൾ ട്രേഡ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നോക്കുന്നത്. 2 ലോക്ക് ചെയ്ത് വെക്കാം. അതിന് ശേഷം ഏഷ്യയുടെ ഹൈ ഏതാണ് വരുന്നത്? ഓൾമോസ്റ്റ് ഈ ഒരു ഹൈ ആണ് വരുന്നത്. ചെറിയൊരു സ്വീപ്പും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു അപ്പ് സൈഡിലുള്ള ഈ ഒരു റണ്ണ് കിട്ടിയിട്ട് റിവേഴ്സലാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള റിവേഴ്സൽ ഉണ്ടാകുക. നമുക്ക് ഈ ഒരു ലോസ് എല്ലാം ഈക്വൽ ലോസ് ആണ്. ഓക്കെ, നമുക്കിത് എന്തായാലും ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാം. ഈക്വൽ ലോസ് ആണ്. അപ്പോൾ ഈ ഒരു ഈക്വൽ ലോസ് എടുക്കാനുള്ള പ്രോബിലിറ്റി ഭയങ്കര കൂടുതലാണ്. ഓക്കെ, ഇതൊരു സെൽ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അത് ലോക്ക് ചെയ്യാം. ഓൾറെഡി ഈ ഒരു ലോ ചെറുതായിട്ട് സ്വീപ്പും കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ബട്ട് സെൽ സൈഡായിട്ട് നമുക്ക് വാച്ച് ചെയ്യാം.
ഇവിടെയുള്ള പോയതിന് ശേഷമുള്ള റിവേഴ്സലായിരിക്കും. 5 മിനിറ്റ്സിൽ വരുത്താണെന്നുണ്ടെങ്കിൽ ഇവിടെയെല്ലാം നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്സ് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്, ഓർഡർ ബ്ലോക്സ് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു വലിയൊരു ഇംബാലൻസിൻ്റെ ഏരിയയിലേക്ക്, ഈ ഒരു കോൺസിക്വൻറ്റിലേക്ക് വന്നിട്ട് റിവേഴ്സൽസ് കാണിക്കാനാണെന്ന് നമുക്ക് ഷോർട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഒരു സ്ട്രക്ചർ ബേസ് ചെയ്തിട്ട് ഓക്കെ, പോയിട്ട് ഇൻവേർഷൻ ക്രിയേറ്റ് ചെയ്യില്ല, ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എല്ലാം കാണിക്കലാണ്, അല്ലെങ്കിൽ ഒരു CST കാണിക്കലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് നോക്കാം. സ്റ്റോപ്പ് ലോസ് അപ്പറിൽ വെച്ചിട്ട് ടാർഗറ്റ് ഈ ഒരു ലെവൽസിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, ചിലപ്പോൾ നല്ല രീതിയിൽ ഡ്രോപ്പ് പോകുന്ന അങ്ങനെ തന്നെ കയറി പോകാനുള്ള ചാൻസും ഉണ്ട്. പ്രൈസ് ബുള്ളിഷ് ലെവലിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ, ഈ ഒരു ലെവൽസിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാണ് പ്ലാൻ ഉള്ളത്. അതേപോലെ നമ്മൾ മാർക്ക് ചെയ്യേണ്ട വേറൊരു കാര്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ളത്, ഓപ്പണിങ് 00 ടൈമിങ് UTC-4 ആ ഒരു ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടൈമും കാര്യങ്ങളെല്ലാം ഡ്രോ ചെയ്തിട്ടുള്ളത്. അത് ബേസ് ചെയ്തിട്ട് നമ്മൾ 00 ടൈമിങ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു റെഡ് ക്യാനലിൻ്റെ ക്ലോസ്ഡ് ക്യാനലിൻ്റെ ഇത് ഞാൻ ഓപ്പണിംഗ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്പണിങ്ങിന് ശേഷം മാനിപ്പുലേഷൻ റിവേഴ്സൽ വന്നു കഴിഞ്ഞാൽ ഷോർട്ട് നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ DXYയിലേക്ക് ഇതേപോലെ പോയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇത് അനാലിസും കാര്യങ്ങളും ചെയ്ത് വെക്കാം. ഓക്കെ, ഞാൻ അധികം സംസാരിക്കുന്ന കാര്യം ചെയ്യുന്നില്ല, പെട്ടെന്ന് തന്നെ ഞാൻ ഒരു അനാലിസും കാര്യങ്ങളും ചെയ്തു തരാം. ഗൈസ്, നമ്മൾ പ്ലാന് പോലെ തന്നെ ആ ഒരു ഏരിയയിൽ നിന്ന് ഷോർട്ട് ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ടുണ്ട്. കുറച്ച് അപ്പ് സൈഡിലേക്കുള്ളൊരു മൊമെൻറ്റും കാര്യം കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷമായിരുന്നൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ആ ഒരു MSS വന്നു, ഞാൻ റിവേഴ്സിൽ തന്നെ എൻട്രിയും കാര്യങ്ങളും പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പ് സൈഡിലേക്ക് പോയ സമയത്ത്. ശേഷം നമുക്ക് ജസ്റ്റ് ഒരു ആ ഒരു ഈ ഒരു ഇംബാലൻസിൻ്റെ ആ ഒരു ഫെയർ വാല്യൂ കിടന്നിട്ട് ചെറിയൊരു ഹോൾഡും കാര്യങ്ങളും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ജസ്റ്റ് ഇതൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഇപ്പോൾ ഉള്ള ഏരിയയിൽ നിന്ന് ജസ്റ്റ് ഒരു ഹോൾഡും കാര്യങ്ങളും കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് പ്രൈസ് നോക്കാം, ഡ്രോപ്പ് ചെയ്യാം ഇല്ല. ഞാൻ ഓപ്പണിംഗ് ലെവലിലേക്കുള്ള ഒരു ഡ്രോപ്പാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നല്ല രീതിയിലുള്ള ലോ റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് നോക്കലാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മാനിപ്പുലേഷനാണ് അപ്സൈഡിൽ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു മാനിപ്പുലേഷൻ ഇഷ്ടംപോലെ ആൾക്കാർ ബൈയും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ഞാൻ നോക്കുന്നത് ഈ ഒരു ഹൈയുടെ മുകളിലായിട്ടാണ് സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും എക്സൈറ്റ് ആ ലെവൽ തന്നെയാണ് ഉള്ളത്. ഓക്കെ, എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഒരു 1:2, 2.5 എന്നുള്ള രീതിയിലാണ് ടാർഗറ്റും കാര്യങ്ങളും ഫിക്സ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ നല്ലൊരു ഡ്രോപ്പ് കിട്ടിയിട്ടുണ്ട് ആ ഒരു ഏരിയയിൽ നിന്ന്. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. പ്രൈസ് നല്ലൊരു ഡ്രോപ്പാണ് തന്നിട്ടുള്ളത്. നമുക്ക് ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടുമില്ല നമുക്ക് നോക്കാം. അതായത് നമുക്ക് ആ ഒരു ഓപ്പണിംഗ് ലെവൽസിലേക്ക് കിട്ടലാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മൾ ആ ഒരു ഓർഡേഴ്സും കാര്യങ്ങളും എക്സിറ്റും കാര്യങ്ങളെല്ലാം ആവുന്നതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് വെക്കാം. ഇനിയും ഈ ഒരു ക്യാൻഡിൽ ക്ലോസിന് നല്ല രീതിയിൽ ടൈം ഉണ്ട്. നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ക്യാൻഡിൽ ക്ലോസ് കിട്ടലാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. നല്ലൊരു ഡൗൺ സൈഡ് മൊമെൻറ്റ് കാണാൻ പറ്റും. റിട്രേസ് ചെയ്യാതെ ഈ ഒരു രീതിയിൽ തന്നെ ക്ലോസ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഉള്ളൊരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നല്ല രീതിയിൽ ആൾക്കാർ ബൈ ചെയ്തിട്ടുള്ള ഒരു ലെവൽസാണ്. ഇതിൻ്റെ താഴോട്ട് പോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ക്വിക്കായിട്ട് ഡൗൺ സൈഡിലേക്ക് വരേണ്ടതാണ്. ഓക്കെ, അല്ല നമ്മൾ ആ ഒരു പ്ലാൻ പോലെ തന്നെയാണ് ട്രേഡും കാര്യങ്ങളും പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, മോർണിംഗിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ട്രേഡ് എടുക്കുന്ന സമയത്ത് ആ ഒരു 1 hour ഏരിയയിലേക്ക് വന്നിട്ട് നമുക്കൊരു റിവേഴ്സൽ പോയിൻറ്റ്സ് കാണിക്കലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡും കാര്യങ്ങളും പ്ലേസ് ചെയ്യാൻ പറ്റും, നമുക്ക് നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു 1 hour ഓർഡർ ബ്ലോക്കും കൂടി ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് റിയാക്ഷൻസ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് ആ ഒരു ഏരിയയിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് നമുക്ക് റിവേഴ്സൽസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കാൻ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് നമുക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റി വന്നിട്ടുള്ളത് കുറച്ചും കൂടി ഹയർ ലെവലിലേക്കുള്ള ഒരു റണ്ണ് കിട്ടിയതിന് ശേഷമാണ്. അതായത് പ്രൈസ് നല്ല രീതിയിൽ ഹയർ ലെവലിലേക്ക് വന്നതിന് ശേഷമാണ് നമുക്കിവിടെ നമ്മുടെ എക്സ്പെക്റ്റേഷൻ ബേസ് ചെയ്തിട്ട് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റും കാര്യങ്ങളും കിട്ടിയിട്ടുള്ളത്. അതിന് ശേഷം റിവേഴ്സൽസും പ്രോപ്പറായിട്ടുള്ളൊരു
ഡൗൺ സൈഡ് മൊമെൻറ്റും നമുക്ക് കാണിക്കുന്നുണ്ട് ആ ഒരു 1 hour ഏരിയയാണ്. നമുക്ക് നോക്കാം എന്തായാലും ഈ ഒരു പ്ലസ് ഓർഡർ ബ്ലോക്ക് ലെവൽ വാലിഡേറ്റ് ചെയ്യില്ലയോ നമുക്ക് നോക്കാം. അതേപോലെ ഇനിയും 1.23 സെക്കൻഡ്സും കൂടി പെൻഡിങ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നല്ലൊരു ക്ലോസ് കിട്ടുമോ നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ഈവനും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് നല്ല രീതിയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ഈവൻ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആ ഒരു ലെവൽസിലേക്ക് റിവേഴ്സ് പോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അൺനെസസറി ആയിട്ടുള്ള ലോസ് ഇല്ലാത്ത രീതിയിൽ. ഓക്കെ, എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ആ ഒരു പ്ലസ് ഓർഡർ ബ്ലോക്ക് ഹൈ ടൈം ഫ്രെയിമിൽ 1 hour ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്രൈസ് ആ ഒരു ഏരിയയിൽ നിന്ന് റിവേഴ്സ് ആയിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് ഈ ഒരു ഹയർ ലെവലിലുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് പോകുന്നതായിരുന്നു, അല്ലെങ്കിൽ സഡനായിട്ടൊരു ഡ്രോപ്പായിരുന്നു. പക്ഷേ സഡനായിട്ട് ഡ്രോപ്പ് ആണെന്നില്ല, ഒരു റിട്രേസ്മെൻറ്റ് തന്നിട്ടുണ്ട്. പക്ഷേ റിജക്ഷൻസും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. ഒരു മൈനറായിട്ടുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പൊന്നും നമുക്ക് നോക്കാം ആ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുന്നുണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഇൻവേഴ്സ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളെല്ലാം ഉള്ളത് ഇപ്പോൾ ആ ഒരു ബ്രേക്ക് ഈവൻ ഏരിയാസിലാണ്. നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇനി പ്രൈസ് അപ്പ് സൈഡിലേക്ക് പോകാം. ഇനി അങ്ങോട്ടേക്ക് പോകില്ല നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് ചെയ്യുക എന്നുള്ള രീതിയിലാണ് എക്സിറ്റ് ചെയ്യുന്നുണ്ട്. ആ പാർഷ്യൽസോ കാര്യങ്ങളോ ഇതുവരെ കട്ടോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതെന്ന് വെച്ചാൽ നമുക്ക് ഈസി ടാർഗറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഇൻ കേസ് നമുക്ക് ഒരു നെഗറ്റീവ് വരുത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് ഈവൻ എക്സിറ്റ് ആവും. ഓക്കെ, എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഇതെന്തായാലും ഈ ഒരു റൺ ചെയ്യുന്ന ട്രേഡ് ഒരു റിസ്ക് ഫ്രീ ആയിട്ടുള്ളൊരു ട്രേഡാണ്. ടാർഗറ്റ് അടിക്കുന്ന വീഡിയോ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു ടാർഗറ്റും കാര്യങ്ങൾ അച്ചീവ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത ദിവസത്തെ ഒരു ട്രേഡും കൂടി നോക്കാം. ഹായ് ഗൈസ്, ഇത് ഇന്നെടുത്തുള്ള ട്രേഡാണ്. ഇന്നലെ 18 നമ്മളൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു യൂറോ USDയിൽ. സെയിം സെറ്റപ്പിൽ തന്നെ നമ്മളിപ്പോൾ ഒരു ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ പ്രോപ്പറായിട്ടൊരു MSS കിട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹൈസിൻ്റെ മുകളിലോട്ട് പോകേണ്ടതാണ്. ബട്ട് ഇവിടെ ഓൾമോസ്റ്റ് ഒരു CSD ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു പ്ലസ് ഓബിയായിട്ടാണ് ഞാൻ മാർക്ക് ചെയ്തത്. ഈ ഒരു CSD ആണ്. അതിൻ്റെ മുകളിലോട്ടേക്ക് ഒരു റണ്ണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ്. ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി വരെ പ്രൈസ് റണ്ണ് നമുക്ക് തരേണ്ടതാണ്. ഹൈ ടൈം ഫ്രെയിമിലേക്ക് നോക്കലാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട പോലെ തന്നെ ഹൈ ടൈം ഫ്രെയിമിലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് ഒരു റണ്ണ് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ലിക്വിഡിറ്റി ഗ്രാബായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ ഒരു ഏഷ്യയുടെ ലോ, ഇതാണ് ഏഷ്യയുടെ ലോ വരുന്നത്. ഏഷ്യയുടെ ലോ സ്വീപ്പ് ചെയ്തതിന് ശേഷമാണ് റിവേഴ്സൽ തന്നിട്ടുള്ളത്. 5 minutes നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു CSDയും കാര്യങ്ങളും തന്നിട്ടുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് ടാർഗറ്റ് ചെയ്യുന്ന ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 hour ഈ ഒരു ഓർഡർ ബ്ലോക്ക് മൈനസ് ഓർഡർ ബ്ലോക്ക് വരെ നമുക്ക് ടാർഗറ്റും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ എന്തായാലും ആ ഒരു 5 minutes പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ എൻട്രി എടുത്തിട്ടുള്ള ആ ഒരു പോയിൻറ്റ്സ്, അതേപോലെ തന്നെ റീസൺസ് കാര്യങ്ങളൊന്നും ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഈ ഒരു ഏരിയയിൽ നമുക്ക് നോക്കലാണെന്നുണ്ടെങ്കിൽ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി കാണാൻ പറ്റും അല്ലേ. ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് എന്താ സംഭവിച്ചിട്ടുള്ളത്, ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു CST ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഫോമുല കാണിച്ചിട്ടുണ്ട് അല്ലേ. ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ഞാൻ ആ ഒരു ക്യാൻഡിൽ ക്ലോസിലാണ് എൻട്രി എടുത്തിട്ടുള്ളത്. റിട്രേസ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം പ്രൈസ് നമുക്ക് ആ ഒരു റണ്ണും കാര്യങ്ങളും കാണിച്ചു തരുന്നുണ്ട്, നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിലുള്ള ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഈ ഒരു മേജറായിട്ടുള്ളൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഈ ഒരു മേജറായിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് എന്തായിട്ട് കാണാം, ഒരു IFEG ആയിട്ട് ക്രിയേറ്റ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ പ്രൈസ് വീണ്ടും കണ്ടിന്യൂഷൻ ആയിട്ട് അപ്പ് സൈഡിലേക്ക് പോകാനുള്ള പ്രോബിലിറ്റി ഭയങ്കര കൂടുതലാണ്. നമുക്ക് നല്ല രീതിയിലൊരു പുഷ് തന്നിട്ടുണ്ട്. എടുത്തതിന് ശേഷം ഡയറക്റ്റായിട്ട് ഒരു 0 ഡ്രോഡൗൺ എന്നുള്ള രീതിയിൽ അപ്പ് സൈഡിലേക്ക് ഒരു മൊമെൻറ്റും തന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ ഒരു ഏരിയ ടേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് നോക്കാം. അതേപോലെ തന്നെ ഈ ഒരു ഏരിയ ഉണ്ട്. നമുക്ക് ടാർഗറ്റ് നോക്കലാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1:75 1:1.5 കൂടുതലുണ്ട് നമുക്ക് ടാർഗറ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ചിലപ്പോൾ റിവേഴ്സൽസ് വരാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ഏരിയയിൽ നിന്ന് ബുക്ക് ചെയ്യുന്നത്. നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു റിസ്ക് മാനേജ്മെൻറ്റ് എന്നുള്ള രീതിയിൽ 1:2 തന്നെ വെയിറ്റ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റിവേഴ്സൽസ് വരാനുള്ള പ്രോബിലിറ്റി ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ലിക്വിഡിറ്റി ലെവൽസ് നിന്നും അതേപോലെ തന്നെ PDRA ലെവൽസ് നിന്നും എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാം. ഓക്കെ, എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ ഇവിടെ നല്ലൊരു പ്രോപ്പറായിട്ടുള്ള ഒരു IFEGയും കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു IFEGയും അതേപോലെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പെല്ലാം നമുക്ക് ഇൻവേർഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്കൊരു ഡീപ്പായിട്ടുള്ള റിട്രേസ്മെൻറ്റ് ആവശ്യമില്ല. ഡീപ്പായിട്ട് വരുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്കിന് അവിടെ നിന്ന് റിജക്ഷൻസ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു പ്രോപ്പറായിട്ടുള്ളൊരു MSSും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഈ ഒരു വൈസൈഡ് എടുത്തതിന് ശേഷം എന്താണ് ഇവിടുത്തെ റിയാക്ഷൻസ് കാര്യങ്ങൾ. ഈ ഒരു വൈസൈഡിൻ്റെ മുകളിൽ പോയിട്ട് ക്ലോസ് ഇട്ടലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ചെയ്യാൻ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം വെച്ചാൽ റിവേഴ്സ് വരുത്താണെന്നുണ്ടെങ്കിൽ ചിലപ്പം
ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമുള്ള ഒരു ഡ്രോപ്പ് ആകാനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. എങ്കിൽ പോലും നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എന്താണ് ഈ ഒരു ഏരിയ എന്നുള്ള റിയാക്ഷൻസ് കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള അപ്ഡേറ്റ്സും നമുക്ക് ആ ഒരു ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ ഒരു മൊമെൻറ്റം വന്നിട്ട് ആ ഒരു ഏരിയ തന്നെ എക്സിറ്റ് ചെയ്ത് മാറിയിട്ടുണ്ട്. ഇനി അപ്പ് സൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ റിവേഴ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ആ ടാർഗറ്റും കാര്യങ്ങളും അടിച്ചിട്ട് നമുക്ക് 1:2 ലെവൽ കിട്ടിയിട്ടില്ല. ഓൾമോസ്റ്റ് ഒരു 1:1.75 1.80 ആ ഒരു ലെവലിലാണ് നമുക്ക് ടാർഗറ്റും കാര്യങ്ങൾ അച്ചീവ് ആയിട്ടുള്ളത്. ഓക്കെ, നമ്മൾ സെയിം സെറ്റപ്പ് തന്നെ ആയിരുന്നു ഇന്നലെ നോക്കിയിട്ടുണ്ടായിരുന്നത്. എക്സാക്ട് സെയിം സെറ്റപ്പ് ആയിരുന്നു. ഒരു MSSൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കറക്റ്റ് ആയിരുന്നു. ഓക്കെ, ലിക്വിഡിറ്റി എടുക്കുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ബുള്ളിഷ് ബയാസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാനിപ്പുലേഷൻ എക്സ്പെക്ട് ചെയ്യുന്നു, റിവേഴ്സിൽ വരുന്നു, എൻ്റർ ചെയ്യുന്നു. നെക്സ്റ്റ് ലെവൽ ലിക്വിഡിറ്റി PDR ടാർഗറ്റ് സെയിം സെറ്റപ്പ് തന്നെയാണ് നമ്മൾ ഇന്നലെയും ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ.